ലക്ഷദ്വീപിൽ നിന്ന് മീൻപിടുത്തത്തിന് പോയി കടലിൽ അകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തി. ബോട്ടിലുണ്ടായിരുന്ന 4 തൊഴിലാളികളും സുരക്ഷിതരാണ്. താനൂർ പുറംകടലിൽ നിന്നാണ് ബോട്ട് കണ്ടെത്തിയത്. ആന്ത്രോത്ത് ദ്വീപിൽ നിന്ന് ഈ മാസം 8-ന് മീൻപിടുത്തത്തിന് പോയ ബോട്ടാണ് കടലിൽ അകപ്പെട്ടത്. അവർ രാത്രി വരെ ഒച്ചമ്പിളിയൊക്കെ കേട്ടപ്പോഴാണ് ഇവരടുത്തേക്ക് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ പോയിട്ട് ഇവരവിടുന്ന് കെട്ടിവലിച്ച് അവർ എഞ്ചിൻ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ആഹാരമൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരിങ്ങോട്ട് പിന്നെ ഞങ്ങൾ വലയൊക്കെ പിടിച്ചതിൻ്റെ ദിവസം ഇങ്ങോട്ട് അവരിങ്ങോട്ട് കൊടുക്കുന്നു. അവർ 8 ദിവസമായി പണിക്ക് വന്നിട്ടാണ് വന്ന ദിവസം അന്ന് തന്നെ ഫസ്റ്റ് ദിവസം തന്നെ അവർ എഞ്ചിൻ കംപ്ലൈൻ്റ് ആയി കിടന്നെന്നാണ് പറയുന്നത്. അവർ ഭക്ഷണമൊന്നും കഴിക്കാനില്ല, കുറേ കഷ്ടപ്പെട്ട് അവർ കടലുവെള്ളം കുടിച്ച് അവരിങ്ങനെ നിന്നതിന് ഇത്ര ദിവസം വരെ. ഞങ്ങളെ അടുത്ത് വന്നപ്പോൾ തന്നെ അവരാകെ ടയേർഡായിരുന്ന ആളുകളൊക്കെ. 8/9/2025 ആന്ത്രോസ് ലക്ഷദ്വീപിലെ ആന്ത്രോസിൽ നിന്ന് പണിക്ക് പോയ ഫൈബറിലെ 4 പേരാണ് മിസ്സിംഗ് കേസായിട്ട് ഇപ്പം നമ്മളെ താനൂരുള്ള ഒരു ഫിഷിംഗ് ബോട്ട് അവരെ റെസ്ക്യൂ ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അവരെ അവർ നിലവിൽ ഇപ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും അവരെ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ അവിടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അവരെ ലക്ഷദ്വീപിൽ നിന്ന് വന്ന ആൾക്കാർ അവരെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പോലീസിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വിട്ടുകളഞ്ഞ നടപടികൾ സ്വീകരിക്കുന്നതാണ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, ഒരാഴ്ച മുൻപാണ് ഇവർ പുറപ്പെട്ടത്. ഇപ്പോൾ 4 പേരും സുരക്ഷിതരാണ് എന്നുള്ള സന്തോഷകരമായ വാർത്ത വന്നിരിക്കുന്നു. വിവരങ്ങൾ. അനുജ, മത്സ്യത്തൊഴിലാളികൾക്ക് പുതുജീവൻ. അവരെ 4 പേരെയും രക്ഷപ്പെടുത്തി താനൂരിലെ തുറമുഖത്തെ എത്തിച്ചിരിക്കുകയാണ്, ഹാർബറിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ 11 മണിയോട് കൂടിയാണ് താനൂരിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിലുള്ളവർ ഇവരെ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ യന്ത്രത്തകരാറ് കാരണം ദിവസങ്ങളായി പുറംകടലിൽ അങ്ങനെ കടക്കുകയായിരുന്നു ഈ ബോട്ട്. അതിലാണ് ഈ 4 പേരും ഉണ്ടായിരുന്നത്. അവർക്ക് ഭക്ഷണം പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവർ ഈ പറയുന്നത് പോലെ തന്നെ കടൽവെള്ളം കുടിച്ചാണ് അവർ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തള്ളി നീക്കിയിരുന്നത്. ഇവരെ കാണുകയും ഒപ്പം അപ്പോൾ ആ സമയത്ത് തന്നെ ഇവരെ രക്ഷപ്പെടുത്തി ഇവരുടെ സ്വന്തം ബോട്ടിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയായിരുന്നു. ഇവർ മത്സ്യബന്ധനത്തിന് പോയതാണ്. അതെല്ലാം ഉപേക്ഷിച്ച് ഈ 4 പേരെ കൊണ്ട് എത്രയും വേഗം ഹാർബറിലേക്ക് ഇവർ തിരിച്ചെത്തുകയായിരുന്നു. നാജിയ എന്നുള്ള ബോട്ട് ആന്ത്രോത്ത് ദ്വീപിൽ നിന്ന് ഈ മാസം 8-ാം തീയതിയാണ് പോയത്. അപ്പോൾ പുറംകടലിൽ ഇവരെ കാണുകയാണെങ്കിൽ രക്ഷപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശമൊക്കെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പ്രവഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ താനൂരിൽ നിന്ന് പോയ സംഘം ഇവരെ കാണുകയും ഇവരെ രക്ഷപ്പെടുത്തി ഇവിടേക്ക് എത്തിച്ചിട്ടുമുണ്ട്. ഇവരെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി ലക്ഷദ്വീപിൽ നിന്നുള്ള സംഘം എത്തിയിട്ടുണ്ട്. ഈ ആശുപത്രിയിലാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവശതയുണ്ട്. ഈ ഒരാഴ്ചയായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ ആ ഒരു പാനിക് ആയതിൻ്റെയൊക്കെ ഒരു വിഷമതയുണ്ട്. അത് കഴിഞ്ഞ് അതിൽ ഒരു ചികിത്സ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരെ ലക്ഷദ്വീപിലേക്ക് മാറ്റുകയും ചെയ്യും. എന്തായാലും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അനുജ. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.